മല്ലപ്പള്ളി താലൂക്ക് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക സംഗമവും രാമായണമേളയും നടത്തി. യൂണിയൻ ചെയർമാൻ MP ശശിധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക സംസ്കാരം നിലനിർത്തുന്നതിനായിട്ടാണ് മല്ലപ്പള്ളി താലൂക്ക് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക സംഗമവും രാമായണമേളയും നടത്തിയത്. ഭൂമിയിൽ മലകളും നദികളും ഉള്ളിടത്തോളം കാലം രാമായണം എന്ന ഇതിഹാസ കാവ്യം നിലനിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നടത്തിയ പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. രാമായണ വേളയുടെ ഭാഗമായി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വനിതകൾ എന്നിവർക്കായി മത്സരങ്ങളും നടന്നു. 100 കണക്കിന് മത്സരാർത്ഥികളാണ് മേളയിൽ പങ്കാളികളായത്. സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശികവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ കവാന്തികെ കലഹം അവരോട് ചടിതി തുടരും അളവെത്രയും കുന്നന്താനം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആധ്യാത്മിക സംഗമവും
രാമായണമേളയും യൂണിയൻ ചെയർമാനും NSS പ്രതിനിധി സഭാംഗവുമായ MP ശശിധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കാവ്യം സുഖേയം കഥരാഘവീയം കർത്താവും ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ രസത്തിൽ ആനന്ദലബ്ധിക്ക് എന്തു വേണം. ആനന്ദമാണ് രാമായണം. ആനന്ദമാണ് രാമായണം. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുണ്ട്, രാമായണം വായിക്കുമ്പോൾ മിഴികളിൽ ആനന്ദാശ്രുക്കൾ നിറയുകയാണെങ്കിൽ അതിൽപ്പരം ഒരു പൂജയും നിവേദ്യവും ഒന്നും വേണ്ട, ആനന്ദമാണ് രാമായണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരചൈതന്യം പുറത്തു വെച്ച് ആരാധിക്കാനുള്ളതല്ല, അത് അകത്ത് അറിഞ്ഞ് അനുഭവിച്ച് ആനന്ദിക്കാനുള്ളതാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ആനന്ദം. ആനന്ദമാണ് രാമായണം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ രാമായണത്തോടും സനാതന ധർമ്മത്തോടും അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ഇന്നിവിടെ ഇതുപോലെയുള്ള രാമായണ മേള മുല്ലപ്പള്ളി താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ചെറിയ തോതിൽ ആരംഭിച്ച രാമായണ മേള ഇന്നലെ ഞാൻ നമ്മുടെ കൈപ്പൊടിയിൽ ഇത് ഒതുങ്ങാതെ വളരട്ടെ. NSS പ്രതിനിധി സഭാംഗം അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചെർലേൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി MG അശോക് കുമാർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പ്രശാന്ത് കുമാർ VM, സുദർശനകുമാർ, കരുണാകരൻ നായർ, അനിൽകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് CP ഓമനകുമാരി എന്നിവർ പ്രസംഗിച്ചു. എഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിനെ ആസ്പദമാക്കിയുള്ള മത്സരങ്ങളാണ് നടന്നത്. മത്സരത്തിൽ നിന്ന് ശ്രീരാമ ലക്ഷ്മണന്മാർ മരത്തിന്റെ പുറകിലൂടെ ചേരുന്നു. ഭാര്യയെ അമ്പേത് വധിച്ചു. ഭാര്യ അലർച്ചയോടെ ഭൂമിയിലോട്ട് പതിച്ചു. ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സപ്രാതുഭാര്യനായി വാഴും ദശാന്തരെ ദശവദനവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണമാരിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജന സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവ ശാസനാൽ സകല ദിശികവികൾ തിരവാൻ നടക്കുന്നതിൽ